Guys, welcome back to my YouTube channel. It's me Rifna and you're watching me and Memula. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ വന്നത് ഒരു മിനി ഓർ ഹ്യൂജ് ഫ്ലിപ്കാർട്ട് ഹോളാണ്. അതായത് ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, കുറേ റിട്ടേൺ ചെയ്തിട്ടുണ്ട്, കുറേ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് കുറേ റിവ്യൂസും പിന്നെ ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് വെച്ച സാധനങ്ങളാണ് എന്തായാലും ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച് വെച്ചൊരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഗസ് അടിക്കുക, എന്താ പറയുക, ഈ ഒരു ക്യാമറൻ്റെ അടുത്ത് കാണുമ്പോൾ ഗസ്. എനിവേ എൻ്റെ പേര് റിഫ്ന ആൻഡ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ. ഇതൊക്കെ അത് എന്താ പറയുക, ഇവരുടെ ഒരു പ്രത്യേക തരം പാക്കേജിങ്ങിൻ്റെ ഇതാണ് ഇവരുടെ ഒരു കോല് പോലത്തെ സാധനം. അപ്പോൾ ഞാൻ ഇതെന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, കാരണം ഇനിയിപ്പോൾ ഈ സംഭവം ഞാൻ വിചാരിച്ച രീതിക്കില്ലെങ്കിലോ ഞാൻ അത്ര എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി ഹാർഡായിട്ട് അടിച്ചാലോ എന്ന് വിചാരിച്ചു. എന്താ ഷൈട്ടോ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഡിസൈൻ ഞാൻ കുറച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അടങ്ങുള്ളൂ. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താക്കണേ, ഒന്നിമിൻ്റെ ഞാൻ അഡ്രസ്സ് എടുത്ത് മാറ്റാൻ മറന്നുപോയി. കാരണം എനിക്കറിയാം നല്ലോണം, നിങ്ങൾ നല്ലോണം പച്ചവെള്ളം കുടിച്ച പോലെ നിങ്ങളെ അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്താക്കണേ എൻ്റെ അഡ്രസ്സൊക്കെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടാ. പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ ഞാൻ പെട്ടി മൊത്തം കോളാക്കുകയും ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത് കുഴപ്പമില്ലാതെ വിചാരിക്കണമില്ലേ, ആ പെട്ടിയൊക്കെ നമുക്ക് ആർക്ക് വേണം. ആൻഡ് ഇതാണ് ഫസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു കുഞ്ഞ് പെട്ടിയാണ് കേട്ടോ, കുഞ്ഞ് സാധനമാണ്. ഇത് 150 സംതിങ് ആയിട്ടുണ്ട്. 150 ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ 100 എത്ര അയക്കണേ. ഇതെന്ന് പറഞ്ഞാൽ ലവ്ലെസ്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇതല്ല കേട്ടോ. ഓർഡർ ചെയ്ത സാധനം ഇതല്ല. ചിത്രത്തിൽ കാണിച്ചത് ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ വേണമെങ്കിൽ കൊടുക്കാമല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്ന്. അപ്പോൾ പക്ഷെ കിട്ടിയത് എനിക്ക് സാധനം അതല്ല കേട്ടോ. ഇത് കണ്ടോ, ലവ്ലെഷിൻ്റെ ഷാഗി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷാഗി എന്ന് ആ ഒരു ഇതിന് കേട്ടൊരു ഓർമ്മയൊന്നും എനിക്കില്ല. ഇതിങ്ങനെ വരലില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ലിപ്സ്റ്റിക്സ് ആണ് വരുന്നത്. അതിന് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടത് അതാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ബോക്സിൽ ഇങ്ങനെ ഒരു 4 ലിപ്സ്റ്റിക്സ് ആണ് വരുന്നത്. ഷെയ്ഡ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തായാലും. ഓക്കെ, ഇത് റെഡിൻ്റെ ഓരോരോ ഷെയ്ഡ്സ്. റെഡ് ഉണ്ട്, മെറൂൺ ഉണ്ട്, അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ന്യൂഡ് പിങ്ക് പോലെയൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും സ്വാച്ചസ് കാണിച്ചു തരാം. സ്വാച്ചസ് തന്നെയല്ല പറയാം, റെഡ്. ഓക്കെ, ഇത് ബ്രൈറ്റ് ആയിട്ടുള്ള റെഡാണ് കേട്ടോ. ഇത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് കുറച്ച് ഹൈപ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിനോട് ഞാൻ ഓളെ കൈമേൽ സ്വാച്ചസ് വരച്ച് എന്നിട്ട് പോണില്ല കേട്ടോ. നല്ല വാട്ടർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ് ഏകദേശം നമുക്ക് ആവശ്യത്തിനൊക്കെ. അപ്പോൾ എനിക്ക് ഇത് 8 100 സംതിങ്ങിന് വേർത്തായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അതിന് ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായമാണ്. ഞാൻ അടുത്തത് ഈ ഒരു കളർ. ഇതൊരു പേർപ്പിൾ കളറാണ് കേട്ടോ. നോക്കി, എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഒരു കാര്യം പറയണമെങ്കിൽ ഞാൻ കുറേ വലിച്ചു നീട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ഷമിക്കുക. ഒരു ടോക്റ്റീവ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല. ഓക്കെ, ഇത് പിന്നെ ഇതും അതുപോലെ തന്നെ ഏകദേശം, ബട്ട് അത്രയ്ക്കും ഡാർക്കല്ല എന്നുള്ള ഒരു പേർപ്പിളാണ്. പക്ഷെ എനിക്ക് രണ്ടും സെയിം ആയിട്ട് പോലെ തോന്നിയില്ല അല്ലേ. ഓക്കെ, ഇത് പേർപ്പിൾ, മറ്റേത് മെറൂൺ പോലെ, അങ്ങനെയൊക്കെ കളർ ഉണ്ടാവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു കളറാണ്. ഞാനിത് ഇതിങ്ങനെ വെക്കണ്ടേ. ഇത് പിന്നെ നമുക്കറിയാമല്ലോ, നമ്മളുടെ മറ്റേ പിങ്കാണ്. പിങ്ക് എന്ന് പറയാൻ എൻ്റെ അമ്മക്ക് ഈ ഒരു കളർ നല്ലോണം ചേരുട്ടാ. അപ്പോൾ കണ്ടോ,
കണ്ടോ, ഇത് 4 ഡിഫറെൻറ്റ് കളേഴ്സാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ റെഡിനോടൊക്കെ കൂടുതൽ ഇതുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മക്കൊക്കെ റെഡ് എന്നൊക്കെ പറയുന്നത് നല്ല രസമായിട്ടാണ്, നല്ല ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ റെഡ്, പക്ഷേ എൻ്റെ സെക്കൻഡ് ടൈപ്പ് ഗോ ടു ആണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു 100 സംതിങ്ങിന് ഇത് വേർത്താണ്. ഞാൻ ഇതിലുള്ള സ്വെറ്റ്സ് കാണിച്ചു തരാം. ഇതിലിവിടെ എന്താണ്, ഇവിടെ കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്താണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന കളേഴ്സിൻ്റെ പേര് ഇവിടെയും ഇതിൽ വരുന്ന കളേഴ്സിൻ്റെ പേര് ഇവിടെയുമാണുള്ളത്. ഓക്കെ, നോ പ്രോബ്ലം. ഇതിലെന്താ ഉള്ളത്, ഐക്കൺ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് എനിക്ക് തോന്നുന്നു ഈ റെഡ് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ക്ലാസ്. പിന്നെ മിസ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള കളറുണ്ട്. പിന്നെ പെർഫെക്ഷനിസ്റ്റ് ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കളറുണ്ട്. ഇതിൽ വരുന്നത് ഐക്കൺ ഫസ്റ്റ്. ഈ രണ്ടും ഒരേ പേരുണ്ട്. ഓക്കെ, എന്തായാലും ഇതിലുള്ള കളർ നോക്കാം കേട്ടോ. ഇതിലെ ഷെയ്ഡൊന്നും എനിക്കറിയത്തില്ല. ഇതിന് ബാക്കിൽ ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ, അങ്ങനെ ആരും ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യൂലല്ലോ. പക്ഷേ ചിലയിന് ഉണ്ടാവില്ല, അതാ പ്രശ്നം. ഓക്കെ, അപ്പം ഇതിൽ എന്താണ്, ഇതിലും 4 എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? പൊട്ടിച്ചിട്ടില്ല. ഈ ക്യാമറ ഓക്കെ. അപ്പോൾ ഈ ഒരു 4 ഷെയ്ഡ്സാണ്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് ബ്രൗണിഷ് അങ്ങനത്തെ ടൈപ്പ് ഷെയ്ഡ്സാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പേര് ഇതെന്തോ ഷാഗി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന് പേര് വരുന്നത്. നിങ്ങൾക്ക് എത്തിനാ ഇത് ശരിക്കും ഞാനിങ്ങനെ ഓൺ ഫ്രോയി എന്ന് പറയുന്ന പേര് കണ്ടപ്പോഴാണ് ഞാൻ ഇതിലേക്ക് പോയത്. അങ്ങനെ പേരിലാണ് കണ്ടത്. പക്ഷെ ഇത് എന്തൊക്കെ വന്ന്, പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടാ. ഈ കളർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇതാണ് ഇട്ടിട്ടുണ്ടെന്ന്. അല്ലല്ലോ, ഞാൻ ബുക്കും. എനിക്ക് ഇത് നല്ല രസമുണ്ട് ഗൈസ്. കാരണം ഒരു നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ ഇത്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു കളറ്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഷാഗി എന്ന് പറഞ്ഞിട്ട്, ഇതും ഏകദേശം എന്താ പറയുക, ഈ ഒരു ബ്രൗണിഷ് പക്ഷെ പിങ്ക് കളറും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ സ്വാച്ചസ് മര്യാദക്ക് നിങ്ങൾക്ക് കാണൂലേക്കാരം, കാരണം ലൈറ്റിൻ്റെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഗായ്സ്. ഓക്കെ, അപ്പോൾ അതും ഒരു കളറാണ്, അതും ഒരു ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, പിന്നെ ബാക്കി നമുക്ക് 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്വാച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏത് ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ട് എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷനായി, എനിക്ക് ഓർമ്മയില്ല. കാരണം ഇത് ഞാൻ ചുണ്ടുമ്പോൾ മര്യാദക്ക് ഇട്ടിട്ടില്ല. അപ്പം എൻ്റെ ഭാഗത്താണ് കേട്ടോ പ്രശ്നം. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താണ് എവിടെ കൊണ്ട് കളാ? ഓക്കെ, അപ്പോൾ അടുത്തത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് അറിയാം, മറ്റേ ഡാർസ്ലറിൻ്റെ മറ്റേ സാധനം, ആ ഒരു ബ്രൗൺ DL25 അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പോലെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെ ഇത് നല്ലൊരു രസമുള്ള കളറാട്ടാ. ഇതാണ് ഇട്ടുണ്ട്. അല്ല, ഇതിൻ്റെ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് ആണ്. ഇടുമ്പോൾ ഒരു എന്താ പറയുക, സ്റ്റിക്കി പോലെ ഉണ്ട്. പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അറിയണില്ല കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ലിപ്സ്റ്റിക്ക്. ഇതുവരെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനത്തെ വാങ്ങിയിട്ടില്ല. ലിപ്സ്റ്റിക്സൊക്കെ ഞാൻ ലിബാമേ വാങ്ങാറുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതിൽ ലിബാമ് വരാനുണ്ട്, പിന്നെ ലിംഗറേസ് വരാനുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് 2-3 ടോപ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ റിട്ടേൺ അടിച്ചു, രസമില്ല. അപ്പോൾ ഞാൻ എന്താക്കി, റിട്ടേൺ അടിച്ചു കേട്ടോ. അപ്പോൾ ഇത് 160-50 ഓർ സംതിങ്ങിന് ഇത് എന്താണ് ഓത്തായിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ എന്താക്കാം, ഓക്കെ. അപ്പോൾ ഞാൻ ഇത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാഗ് ചെയ്ത് വെക്കാം. ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം, ഡോണ്ട് വറി ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ടാഗ് ചെയ്ത് വെക്കട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം. ചില ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നും. നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് വെക്കട്ടെ, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇട്ടെടുത്തിട്ട് രാവിലെ വരെ പിന്നെ ഓള് കുളിച്ചാത്തു. ദിവസം ഇത് എനിക്ക് കൈമൊന്ന് ഒഴിവാക്കണം എന്നുണ്ട്. പക്ഷെ ഇത് പോണില്ല എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷെ എനിക്കിപ്പോൾ ചീത്ത കാര്യമാണ്. കാരണം ഇതിപ്പോൾ എൻ്റെ കൈമൊന്ന് പോയിട്ടില്ലെങ്കിൽ എൻ്റെ കൈ മൊത്തത്തിൽ കൊളായില്ലേ. എനിക്ക് പുറത്ത് പോകാനുള്ളതാണ്. വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് നേരം ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചാൽ ഇതൊക്കെ
എൻ്റെ ലിപ്പുമുള്ളത് ഇപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് സ്മഡ്ജ് ചെയ്യുന്നുണ്ട്. കാരണം 100ൻ്റെ ആ ഒരു സാധനമായതുകൊണ്ട് എന്തായാലും ചെറുതായിട്ട് സ്മഡ്ജ് ആവും. പക്ഷെ എന്താണ് വേർത്തായിട്ട് എനിക്ക് വേർത്തായിട്ടാണ് തോന്നിയത്. ഓക്കെ. പക്ഷെ ഇത് ഇനിയിപ്പോൾ 24 മണിക്കൂർ നിൽക്കും തോന്നുന്നുണ്ട്. കാരണം ഇട്ടപ്പം തന്നെ ചോരുതി അതേ കാര്യം ഉണങ്ങാൻ വെച്ചിട്ടില്ല. അപ്പം തന്നെ അല്ല ഇനി ഇത് എനിക്ക് ഇവിടെ നിന്ന് പോക്കണം. തുപ്പലം കൊണ്ട് വാങ്ങിച്ചു പോവില്ല. അത് വരുതി കളയണത്. എൻ്റെ അമ്മച്ചീൻ്റെ അനിയത്തികളൊക്കെ ഇന്നലെ ഇട്ടോക്കിനുണ്ട്. പോവാഞ്ഞിട്ട് രാവിലെ വരെ ഉണ്ടേനു. അപ്പൊ പോയിട്ടില്ലേനു. അപ്പൊ അതുകൊണ്ട് കൂടെ അമ്മച്ചി പറഞ്ഞു എന്നാ പിന്നെ ഇതെടുത്തു. ഞാൻ ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു മാറ്റി വെച്ച്. കാരണം 2-3 ഇനിയിപ്പോൾ റിട്ടേൺ കൊടുക്കാണ്ട്. കാരണം അത് എന്താണ് അത്ര ഇതില്ലാത്തതാണ്. അപ്പോൾ പിന്നെ കൊടുത്തതുണ്ട്. ഇനിയിപ്പോൾ വരാനും ഉണ്ട്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാം. ഇത് നിങ്ങൾക്ക് നിങ്ങൾ അറിയണോണ്ട് ഞാൻ എന്ത് ചെയ്തേക്കണേ, ഇത് ഇവിടുത്തെ ഞാൻ മായ്ച്ചു വെച്ചു. കുറച്ച് മൂമെൻറ്റ് എൻ്റെ ബുദ്ധിക്ക് കുറച്ച് ഇത് കൊടുക്കും. അപ്പോൾ ഇതിലുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ കോമ്പാണ്, ചീർപ്പാണ്, പാൻ ചീർപ്പാണ്. അതായത് ഞങ്ങൾ എന്താണ് പെൺപിള്ളേരല്ലേ, നല്ല ലോങ് ഹെയർ, തിക്ക് ഹെയർ അല്ലാത്ത ലോങ് ഹെയർ ഉള്ള ആൾക്കാരാണ്. അപ്പം എന്താണ് ഈ മുടിയിൽ എന്താണ് പാനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈരും പാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എപ്പോഴും പെരയിൽ ഇങ്ങനെ ആണായാലും പെണ്ണായാലും ഇങ്ങനെ ചീർപ്പ് ഇങ്ങനെ പ്ലാസ്റ്റിക്കിന് ഇങ്ങനെ വാങ്ങണ്ടല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മാൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഓർഡർ ചെയ്ത് കൊടുത്തിന് കേട്ടോ. ഇതിങ്ങനെ ഒരു സാധനമാണ് നിങ്ങൾ നോക്കിയുണ്ട് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് കൊടുത്തിന്. അപ്പോൾ ഞാൻ ഈ സാധനം കണ്ടപ്പോൾ ഓർക്ക് വാങ്ങിച്ചു കൊടുത്ത് ഞാൻ വിചാരിച്ചു ഒരു മിക്കവാറും റിട്ടേൺ ചെയ്യും വിചാരിച്ചാണ് ഞാൻ ഓർക്ക് ഓർഡർ ചെയ്ത് കൊടുത്തു. പക്ഷെ എന്താണ് നല്ല സാധനം പോലും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്താണ് എൻ്റെ അമ്മച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇതിനെ പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാൻ പറഞ്ഞാണ്ട് ഓർഡർ ചെയ്താണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഓഫർ ഉണ്ട്. ഇനി ഓഫറുള്ളപ്പോൾ എനിക്ക് 3-4 കിട്ടി. ഞാൻ കാണിച്ചടാ കണ്ട. ഇത് മറ്റേ നൈഫിൻ്റെ ഒക്കെ ഹാൻഡിൽ പോലെ കണ്ടാ. ഇത് അത്ര മൂർച്ചം പോലെ ഒന്നും ഇല്ല കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഭയങ്കര ഇവിടെ ഭയങ്കര എന്തോ പോലെയാണെന്ന്. പക്ഷെ ഇപ്പോൾ സോഫ്റ്റാണ് കേട്ടോ. അതായത് വേണ്ട ഇനിയിപ്പോൾ പാൻ കിട്ടി കഴിഞ്ഞപ്പോൾ അത് മതി ഊക്കിലേറാൻ. ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം. നോക്കി നന്നായിട്ട്. പക്ഷെ എനിക്കൊന്നും ഇത് ഇതാക്കണമെങ്കിൽ നല്ല കണ്ണ് കാണുന്ന ആൾക്കാർ തന്നെ വേണം എന്നില്ലേ. നോക്കിയിട്ട് ഇതിൻ്റെ ഹാൻഡിൽ വരുന്ന ഒന്നാണിത്. ഇതും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു സംഭവം ഞാൻ ഈ ഒരു ഭാഗത്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇത് മറ്റേനെക്കാട്ടും നമുക്കിത് നല്ലതാണ് നമ്മച്ച് പറയുന്നത്. കാരണം ഇതിൽ എന്താണ് ഈര് കിട്ടും, പാനെ കിട്ടും, താരനെ കിട്ടും, പിന്നെ നിങ്ങളെ തലയിലുള്ള എല്ലാ ചണ്ടിയും കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് പിന്നെ വേറെയും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ഈ 3 സാധനങ്ങളും എനിക്ക് തോന്നുന്നത് എത്രയാണ് കുട്ടികൾ വരുന്നുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് 3-in-1 ലൈറ്റ്സ് കോമ്പാണ്. പക്ഷേ 3-in-1 ആവും ഇങ്ങനെയാവും. പക്ഷെ എനിക്കൊന്നും ഇത് ഓഫറാണ് കേട്ടോ. ഇതിന് പൈസ ഇത് ഇരുമിൽ കാണില്ല. പക്ഷെ 100 എത്രയോ ഇതിനാണ് എനിക്ക് ഈ 3 കിട്ടിയിട്ടുള്ളത്. എനിക്കൊന്നും ഇത് വേർത്താണ് കേട്ടോ. നമുക്ക് ഇത് നോക്കാം. ഇത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഇതിമിൽ എന്തൊക്കെയാണ് കൊടുത്താണ് പാൻകുട്ടികളെ പാനിനെയും ഏരിയനെയും ഒക്കെ ഇവിടെ കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇത് കുറച്ച് ഷാർപ്പാണ് കേട്ടോ. ഇത് കുറച്ച് ഷാർപ്പ്. ഇത് എന്താണ് ഇതിമിൽ ഈരും കിട്ടും. ഇതിമിൽ അയക്കുവരം തോന്നുന്നത് എനിക്ക് എല്ലാ ചണ്ടിയും. അപ്പോൾ ഇതിമിലാണ് എന്താ പാനും ഇതൊക്കെ കിട്ടാൻ നല്ല രീതിക്ക് ഇതിമിലും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് നല്ല സ്ട്രോങ് ആണ് തോന്നുന്നു. ഈ ഒരു എഡ്ജിൽ കുറച്ച് നിങ്ങൾക്ക് കണ്ടറിയാം. ഈ ഒരു എഡ്ജ് എന്താണ് കുറച്ച് ഷാർപ്പായിട്ടുള്ളതാണ്. പിന്നെന്താണ് നല്ല ഗ്രിപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്കൊന്നും ഈ ഒരു സംഭവമൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് ഞാൻ റിവ്യൂസൊക്കെ നോക്കി പിന്നെ നമ്മളെ ChatGPT-നോടൊക്കെ ചോദിച്ചു കാണാണ് ഞാൻ ഓർഡർ ചെയ്തത് നല്ലതാവോ, ഇതിനെ പറ്റി എൻ്റെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ ChatGPT എന്നോട് പറഞ്ഞ് ഇത് നല്ല സാധനമാണ്, ഇത് ഓർഡർ ചെയ്തോ, എന്താണ് എനിക്ക് പൈസക്ക് വേർത്തേക്കാരം. പിന്നെ ചിലത് പറയും ഓന് അല്ല എന്ന് പറയും. അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ കൂടെ വേറെ ഒന്നായിട്ട് വന്നതാണ്. ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്കൊന്നും ഇത് താരനീര് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. നോക്കി ഇത് ചെറുതാണ് കേട്ടോ. ഇതും എന്താണ് ഇത് അത്ര സ്ട്രോങ് ആയിട്ട് ഇതിന് ഷാർപ്പായിട്ടുള്ള എഡ്ജില്ല വേണ്ട. ഓക്കെ നല്ലൊരു എന്താ പറയുക
പൈസക്ക് വേർത്തായി, പിന്നെന്താ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് കാലത്തിന് വാങ്ങണ്ട, കാരണം ചില ഇന്ത്യൻ ഹൗസ് ഹോൾഡിലൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പ് അധികം കേരള ഒരുപാട് പ്രാവശ്യം വാങ്ങി. അപ്പൊ ഇതും വേർത്തായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഇനി എന്താണ് ഇത്. പിന്നെ ഞാൻ എൻ്റെ ഉമ്മ ഇങ്ങനെ പറയും, കാരണം എൻ്റെ അനിയത്തിൻ്റെ തലയിലൊക്കെ നമ്മൾക്ക് സാമ്പാറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാനുള്ള ഇതുണ്ട്, രണ്ടാളെ തലയിലും. അപ്പം അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്താണ്. ഉമ്മച്ചി പറഞ്ഞിങ്ങനെ എന്തെന്നാ പിന്നെ ഉമ്മച്ചിൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ കൈതാ. അപ്പോൾ ഇവിടെ എൻ്റെ അനിയത്തികൾ ഓരോ കളിയും കഴിഞ്ഞാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫാക്കിയതാണ്. അപ്പോൾ എന്താണ് ഉമ്മാൻ്റെ അനിയത്തിക്ക് നല്ല യൂസ്ഫുൾ ആയി തോന്നിയപ്പോൾ ഞങ്ങളും വാങ്ങിച്ചതാണ്. ഇനി ഇവിടെ അങ്ങോട്ട് നമ്മൾ എൻ്റെ അമ്മച്ചി ട്രെയിനാണ് കേട്ടോ. എൻ്റെ അമ്മച്ചി ഇനിയിപ്പോൾ ഇവിടെ ചക്കക്കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി കളിക്കാരാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, എന്തായാലും ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം കേട്ടോ, കാരണം എനിക്ക് തോന്നുന്നു യൂസ്ഫുൾ ആണ്. കാരണം ചക്കക്കൂട്ടാനൊക്കെ തലയിൽ കയറ്റി വെക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല കാര്യമല്ലേ, യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഇത് എൻ്റെ അനിയത്തികൾ പറഞ്ഞ് ഇടങ്ങാറായത്, കാരണം ഇടങ്ങാറാക്കി വാങ്ങിച്ചത്. കാരണം ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ മറ്റേ എന്താണ് സഞ്ചിയും തൂക്കി നടക്കണേ എസ്തറ്റിക് ആക്കിയിട്ട്. അപ്പോൾ എൻ്റെ അനിയത്തികൾ പറഞ്ഞ് ഒരുക്കി രണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇൻക്കും എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻക്ക് എടുക്കണപ്പോൾ ഉമ്മച്ചിയും പറഞ്ഞു എന്നാൽ ഇൻക്കും ഒരു സഞ്ചി പോരട്ടെ എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഇത് 100 സംതിങ്ങിനാണ്. ടോട്ട് ബാഗാണ്, ടോട്ട് ബാഗ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് എന്താണ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഇതിനെ പറ്റിയിട്ട്. ഇത് എന്താണ്, എത്ര രൂപേൻ്റെയാണ്? ഇതിന് രൂപ ഒന്നും അധികം കാണിച്ചില്ലെങ്കിലേ. എന്തായാലും 100 സംതിങ് ആണ് കേട്ടോ. അത് ലിങ്ക് പ്രിന്റ് എനിക്ക് ഇഷ്ടായിട്ടോ. നല്ല ബട്ടർഫ്ലൈന്റെ പ്രിന്റ് ഒക്കെ വരുന്നേ, നല്ല എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ലുക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ ഇതിന്റെ ഒരു ഇത് അത്ര ഇതായിട്ട് തോന്നൂല. എനിക്ക് തോന്നുന്നു മറ്റേ ജെഗിൻസ് ഒക്കെ അല്ലേ ഇടുന്ന പാന്റ് ജെഗിൻസ്, അപ്പൊ അതിന്റെ ഒക്കെ ഒരു ക്ലോത്ത് പോലത്തെ ഒരു ഫീൽ ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളില് കൈ ഹാൻഡിൽ ഇത്ര ഇതായിട്ട് ഓക്കെ. അപ്പോൾ എന്താണ് ഉള്ളില് സിബ് ഉണ്ട് ഗൈസ്. ഞാൻ എന്താണ് സിബ് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു കേട്ടാ. പക്ഷെ ഇതില് ഇതിന്റെ ഉള്ളിൽ സിബ് ഉണ്ട്. പിന്നെന്താണ്, പിന്നെ ഉള്ളില് ഇൻസൈഡ് പോക്കറ്റ് ഉണ്ട്. ഇവർക്ക് ലാഭമൊന്നും വേണ്ടേ പുറത്ത് പോകുമ്പോഴേ ഉപയോഗിക്കാം. ചെറിയ സംഖ്യക്ക് പുറത്ത്. ഇത് ഞാൻ എപ്പോഴാണ്ട് കാണ്ടേ ഇല്ല, ഞാൻ കണ്ടത് എന്നോട് പറഞ്ഞില്ല. ഇത് നമുക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. കിടക്കിടക്ക് ലാഭങ്ങളൊന്നും വേണ്ടേ. അപ്പൊ ഇത് ടോട്ട ബാഗ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും ഇത് നല്ലൊരു ടോട്ട ബാഗാണ്, പ്രിന്റ് വരുന്ന. ഇത് എന്താണ് എനിക്ക് ഇഷ്ടമായി. ഇപ്പൊ ആസ്തറ്റിക് കണ്ണാപ്പി ആയിക്കാണ്ട് എല്ലാവർക്കും നടക്കാലോ. ഞാൻ അടുത്ത ഇങ്ങനത്തെ ഒരു ബാഗ്, അടുത്തും ഇങ്ങനത്തെ ഒരു ബാഗ് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കണേ. ഇതിൽ 2 എണ്ണം ഉണ്ട് കേട്ടോ ഈ പ്രിന്റ് വരുന്നത്. ഇതിനായിരുന്നു ഞാൻ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ അനിയത്തിൻ്റെ ആണ്. ഇതിൻ്റെ അനിയത്തിയൊക്കെ വാങ്ങിയത്. ഇത് മറ്റേ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് എന്ന് പറയുന്നത് എൻ്റെ നടുക്കുള്ളതിനാണ് വാങ്ങിച്ചത്. സോറി. അപ്പോൾ ഇത് എന്താണ്, ഇത് നമുക്ക് നോക്കാം. അടുത്തതിൽ വരുന്നത് ഇതേപോലത്തെ ടോട്ട ബാഗ് തന്നെയാണ്. രണ്ടിനും എന്താണ് 100 സംതിങ് പ്രൈസ് വരുന്നതാണ് കേട്ടോ. ഇത് 2 എണ്ണം ഉണ്ട്, പക്ഷെ ഇത് 2 സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിയത്. ഈ പ്രിന്റ് എനിക്ക് കൂടുതൽ ഇഷ്ടമല്ലേ, നല്ല രസമുണ്ട്. ലാസ്റ്റത്തിന്റെ ആണ് സഞ്ചി. ഇവിടെ 8 ഉണ്ട്. ഫെയിലിയർ ഈസ് ദ മദർ ഓഫ് സക്സസ്. ആ ചെറിയ സാധനം ഇത് വിട്ടുകൊണ്ട് നടക്കാൻ പോണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള നേരത്തെ ഉള്ളിൽ ഉള്ള പോലെ തന്നെയാണോ ഇത്? ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇതിന്റെ സിബ് ഇതിന് ഉണ്ടാ ഉള്ളില് ഇല്ല, ഇതിനില്ല കേട്ടോ, ഇതിനില്ല. അപ്പൊ ഓക്കെ ലാഭം. പക്ഷെ ഇതിന്റെ പ്രിന്റ് സിബിന് ക്വാളിറ്റി എനിക്ക് നല്ല രസം ഇതിനാണ്. എന്തായാലും ഞാൻ 2ഉം ടാഗ് ചെയ്യാം കേട്ടോ, കാരണം 100 rupees ഇത് പോലത്താണ്. പിന്നെ ഇത് 200 സംതിങ്ങിനുള്ള
ഞാൻ എനിക്ക് വാങ്ങിച്ചൊരു ടോട്ടെ ബാഗാണ്. ഇത് ആദ്യം ഉമ്മച്ചി ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് ഇതാ ഇങ്ങനെ കണ്ടപ്പോൾ ഉമ്മച്ചി ചേച്ചി ഇപ്പം എപ്പോഴാണ് ജീൻസ് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് ഇടയിൽ വാങ്ങിയെന്ന് ഇങ്ങോട്ട് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത് ഞാൻ നേരെ നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ, വീഡിയോ എടുക്കുമ്പോൾ കാണാൻ വിചാരിച്ചിട്ട്. ഇതിൻ്റെ ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ കൈയൊക്കെ നിങ്ങൾ അതിന് പോകില്ല ലിപ്സ്റ്റിക്ക്, അത് വരത്തിരിക്കൊണ്ടിരിക്കും. പിന്നെ ഇതാ സിബ് എനിക്കൊന്നും വരുന്നില്ലല്ലോ, സ്റ്റക്കായ. ഉള്ളിൽ അറിയില്ല കേട്ടോ. പകരം ഇവിടെ പുറത്തിലുണ്ട് എന്താ പറയാ സിബ്. അല്ലൊരു ഇതിന് ഞാൻ എൻ്റെതിനങ്ങനെ പ്രിന്റ് ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം കുറച്ചൊരു സ്റ്റാൻഡേർഡ് ലുക്കിലുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രിന്റ് ഒന്നും ഇല്ലാത്തതാണ് കേട്ടോ ഞാൻ എനിക്ക് വാങ്ങിച്ചത്. ഇനി എൻ്റെ ഉമ്മാൻ്റെത് കിടിലം കൊളിക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പം എൻ്റെ ഉമ്മ ഇവിടെ ക്യാമറാമാനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ പൊട്ടത്തിലൊക്കെ വലിച്ച് വരെ പറയുന്ന ആളായതുകൊണ്ട് എന്താണ് ഒരു പേടിക്ക് ഒരു ധൈര്യത്തിന് ഉമ്മച്ചി കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചിൻ്റെ ഇതാണ് എനിക്ക് തോന്നുന്നു. എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എന്താണ് ടാഗ് ചെയ്ത് വെച്ച സംഭവം കേട്ടോ. ഇത് കണ്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇത് എനിക്ക് വേണമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, കുറച്ചും കൂടെ ആസ്തറ്റിക് ആയിട്ട്. കറക്റ്റ് സഞ്ജിന്റെ ലുക്സ് ഇതിന്. മറ്റേ ബുദ്ധന്റെ സഞ്ചി ഇല്ലേ, ബുദ്ധന്റെ സഞ്ചി. അത് ഇതിന്റെ സ്ട്രാപ്പ് തിന്നായോണ്ട് തോന്നിക്കണ്ട. അങ്ങനൊന്നും തോന്നുന്നില്ല. അപ്പൊ ഇതിന് എന്തൊക്കെയുള്ളത്? ഇതിന് 300 സംതിങ് ആയിരിക്കും. ഇതിന്റെ ക്ലോത്ത് എന്ന് പറയുന്നത് കോട്ടണി ആയിട്ട് സോഫ്റ്റ് ഒക്കെ ആയിട്ട് നമ്മള് ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ടാവില്ല, അതിന്റെ ഒരു പോലെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് പുറമേലൊരു ബോട്ടിലറിയാം അല്ലേ. ഓ, ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ രണ്ടൊരു വലിയൊരു ചെറുതും വലുതും പോലെ രണ്ടെണ്ണ. പിന്നെ ഉള്ളിൽ അടിയിൽ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ പ്ലേസ്മെന്റിന്. പിന്നെന്താണ് ഇതിന് സിബല്ല, ഇങ്ങനെ സ്റ്റിക്കോൺ പോലത്തെ ഈ സാധനം ഇല്ലേ, ഈ സാധനം അതാണ്. പിന്നെ ഉള്ളിൽ വൈറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്. ഓ, ഗോൾഡൻ. ഉള്ളിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ലക്ഷറി വൈബ് ഉണ്ട് അല്ലേ. കണ്ട ചെറിയൊരു സീക്രട്ട് പോക്കറ്റ് പോലെ ഉണ്ട് ഇത് നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഈ ടോട്ട ബാഗൊക്കെ ഇട്ടിട്ട് എൻ്റെ അമ്മച്ചിൻ്റെ അനിയത്തിയാളും ഞാനൊക്കെ കണ്ണാപ്പിയാളായി. ഇനിയിപ്പോൾ കുറച്ച് ആസ്തറ്റിക് കണ്ണാപ്പിയാൾ ഇൻകമ്മിങ് ആണ്. ഓക്കെ, ഇങ്ങനെ ഓട്ടോയിൽ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ഇടാം കേട്ടോ. ഇനിയും ഉണ്ട് സാധനം, ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇപ്പോൾ ഇതേ ഉള്ളൂ. പിന്നെ ഞാൻ റിട്ടേൺ കുറച്ച് കൊടുത്തു. പിന്നെ റിട്ടേൺ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നു, കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തിട്ട് പിന്നെ എന്തിനാ കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ഞാൻ എന്താക്കാം, ഇതിന് പ്രൊഡക്റ്റ് വേണേൽ ടാഗ് ചെയ്യാം കേട്ടോ, എല്ലാത്തിനും ടാഗ് ചെയ്യാം. പിന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയുന്ന സ്റ്റാർട്ടിങ്ങിൻ്റെ തുടക്കം ഞാൻ എന്താക്കാം, ഈ ഒരു ഭാഗത്ത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേജ് ടാഗ് ചെയ്യണേ. പിന്നെ എന്തിനാ ഓക്കെ ഞാൻ പറയണില്ല, ഇനി ഞാൻ പറഞ്ഞാലും മൊത്തത്തിൽ കൊളാവും. അപ്പൊ ഞാൻ എന്തായാലും ഫോട്ടോ വെക്കണില്ല. ഞാൻ എന്തായാലും പ്രൊഡക്റ്റിനെ ടാഗ് ചെയ്യാം. ഓക്കെ, അത് ഒരു നല്ലൊരു ഐഡിയ, നല്ലൊരു ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ഐഡിയ. ഓ, ഇനിയുണ്ട് ചില സാധനങ്ങൾ കാണിക്കാൻ. ഞാൻ മറന്നുപോയിട്ടാ, സത്യം പറഞ്ഞാല് മറന്നുപോയി. ഇനി ഒരു 1 2 3 പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചുതരാം. ഈ ഒരു 3 പ്രൊഡക്റ്റും ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, മരുന്നും പെട്ടി പോലെ ഉണ്ട്. പിന്നെ ഒന്ന് ഇതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഒന്ന് ഇത് ഞാൻ എപ്പോഴും വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച് എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടന്ന് പൂപ്പിലൊടിച്ച സാധനമാണ് ഞാനിപ്പോൾ ഫൈനലി വാങ്ങിക്കുന്നത്. ഇതിന് വേറൊരു ഷെയ്ഡ് ഉണ്ട്, എന്താ പറയുക, കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്. അത് ഞാൻ വാങ്ങിക്കണം, അത് ഇതുവരേക്കും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഇത് മാർസിൻ്റെ ലവ് ട്രാക്ക് കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് ഷെയ്ഡ് 5 ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള വെൽവെറ്റ് ലിപ് ടിൻ്റാണ്. ഓക്കെ, ഈ സാധനം ഞാൻ വാങ്ങിക്കണമെന്ന് ഭയങ്കരമായിട്ട് വിചാരിച്ചാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഓക്കെ,
ഇതിന് എത്ര 299 രൂപയാണ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് 200 അത്രയില്ല. ഓഫർ അങ്ങനെ സംഭവം ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ ലിങ്ക് ഇടാട്ടോ എന്തായാലും. ഞാൻ കാണിച്ചത് കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഈസ് അമേസിങ് പ്രൊഡക്റ്റ് ആണ്. എല്ലാവരും വാങ്ങുന്നുണ്ട്. കാരണം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇതിൻ്റെ പുറമേൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ലുക്കാണ്. ആൻഡ് ഒരു എന്താ പറയുക മാർസിൻ്റെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് നമ്മൾ വെള്ളം ഇടുന്ന പോലെ തോന്നും. ഞാൻ ഇട്ട് നോക്കിയിരിക്കണം കേട്ടാ. വെള്ളം ഇടുന്ന പോലെ നമുക്ക് വെള്ളം നമ്മൾ ചുണ്ടുമ്പിലാക്കുന്ന പോലെ തോന്നും. പിന്നെ ആ ടിൻറ്റ് പോവേയില്ല. കാരണം ഇപ്പം ഞാൻ രാവിലെ ഇടുകയാണെങ്കിൽ വൈകുന്നേരം വരെ നിൽക്കും. പിന്നെ നല്ലോണം ഉരച്ചിതാക്കുകയാണെങ്കിൽ എന്താക്കും, നമ്മളെ ചുണ്ട് ചെറിയ ലിപ്സ് പോലെ നമ്മളെ ലിപ്പ് പോലെ അതവിടെ നിൽക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമായിട്ട് ഈ സമയം ഞാൻ അതാണ് ഞാൻ പറയുന്നില്ല അവരാവും. ഞാൻ കാണിച്ചത് സ്വച്ഛസ് ഇതിൻ്റെ കൈ അല്ലെങ്കിൽ വടക്കൈത്തല് ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ഒരു തല ക്യാമറയിൽ ഇവിടെ ഇട്ടാ പോരെ തോന്നുന്നു. പക്ഷെ നല്ല രസം കണ്ണുങ്ങള് കാണുന്നുണ്ട് നിങ്ങള്. ഇതാണ് ഞാൻ ലിപ്പില് കുറച്ച് ലിപ്സ്റ്റിക്കിന്റെ മുകളിൽ ഇടാനും അങ്ങനെയല്ല പക്ഷെ നല്ല ഇത് വേറെ ലിപ്സ്റ്റിക്കിന്റെ മുകളിലാണ് ഇട്ടിട്ട്. പക്ഷെ കണ്ടോളി ഇതൊരു ഗ്ലോസി ലുക്ക്. ഇപ്പൊ ഇന്റെ ലിപ്പില് ഗ്ലോസി ലുക്ക് ഇല്ലേ, അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഗ്ലോസി ലിപ്പിൽ ഞാൻ മാറ്റുകയാണെങ്കിൽ കണ്ട ഗ്ലോസി ആയിട്ട് നിൽക്കണ്ടേ. അപ്പൊ അത് പോയാൽ പിന്നെ അതിന്റെ ടിൻറ്റ് അവിടെ ഉണ്ട്. അതാണ് ഞാൻ കാണിച്ചത് ഇതിന്റെ ഷെയ്ഡ്. ഒരു ബേബി പിങ്ക് ആ ഒരു കളറാണ്. ഇപ്പൊ ഞാൻ ഇതിപ്പോ ഒരുതിയാല് ഇതിപ്പോ ആദ്യം എന്താവും, ആദ്യത്തെ ഇതിൽ ഇത് പോവും. കാരണം എന്താണ്, ഇതിന്റെ ഒരു ഗ്ലോസ് ആയിട്ടാണുള്ളത്. ഓക്കെ, ഗ്ലോസ് ആയിട്ടാണുള്ളത്. ഇപ്പൊ ഇനി കാണണോ, ഇനിയാണ് മാജിക്. ആ കൈമലിന് ഒരുതിയാവോ കണ്ട സൂപ്പർ അല്ലേ ഇത് അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്. നമ്മൾ കുറച്ചിട്ടാൽ മതി, കുറച്ചിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് അങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് ഡെയിലി വിയർ പോലെ. അതായത് ശരിക്കും നമ്മളെ ലിപ്സ് ഇങ്ങനത്തെ ഒരു പിങ്ക് ആണെന്ന് പറയാൻ നമുക്ക് വിലസി നടക്കാം. കുറേ സമയം ഇത് നിൽക്കുമല്ലോ. ഇതെന്തായാലും ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്, ഇതെന്തായാലും ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന്റെ കവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന് പിന്നെ വേറൊരു കളർ ഉണ്ടല്ലോ ഡാർക്ക്, അത് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് വേറെ വീഡിയോയിൽ. ഓക്കെ, ദെൻ ഇവിടെ സാധനം പോയി. ഓക്കെ, ഇനി ഇത് സൺസ്ക്രീൻ ആണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെക്കും സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്താക്കി, ഞാൻ പിന്നെ ഒരു സൺസ്ക്രീൻ വാങ്ങണമെന്ന് വിചാരിച്ച് ഈ ഒരു സൺസ്ക്രീനാണ് വാങ്ങിയത്. ഇതിന് 200 സംതിങ് ആണ്. പക്ഷേ ഇതിൻ്റെ സൈസ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. കാരണം 200 രൂപയ്ക്ക് ഈ സൈസ് എന്ന് പറയുന്നത് കുറച്ച് ഒരു ഇതല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഡെർമാക്കോടെ ആണ് കേട്ടോ ഇത്. ഡെർമാക്കോ ഡിസൈൻഡ് ബൈ ഡെർമഡോളജിസ്റ്റ് ആണ്. പിന്നെ ഇവിടെ ചുറ്റും എൻ്റെ അനിയത്തികളുണ്ട്, കണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ നടക്കണതെന്ന് വെച്ചാൽ ഈ കുട്ടീനെ. അപ്പോൾ ഇതിൽ SPF AF ഇതിൽ എന്തോ സ്റ്റിക്കർ പോലത്തെ സാധനം ഉണ്ട്, അതുകൊണ്ട് ഇതിൽ കാണുന്നില്ല, ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതിൽ SPF 50 PA+++++, 4+ ഉണ്ട്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇതെന്താണ് UVA അങ്ങനെ എന്തൊക്കെ സാധനം. നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ChatGPTനോടൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇതാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഓയിലി സ്കിന്നിൻ്റെ ഓയിലി ആയതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. എന്തായാലും ഞാൻ ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുന്ന കാരണം ഞാൻ ഒരിക്കൽ സ്കൂളിൽ ഇട്ട് പോയിന് കേട്ടോ. കാരണം എനിക്ക് നല്ല ഇഷ്ടമായി ഇട്ട് പോയത്. അത് അൺയൂസ് ആയിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ പറയില്ല. പിന്നെ ഇനി ഞാൻ വലിച്ച് നീട്ടുന്നില്ല, കാരണം എൻ്റെ സ്വഭാവം അല്ലെങ്കിലേ അങ്ങനത്തെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ, വലിച്ച് നീട്ടിക്കൊണ്ടും. ആൻഡ് ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റാണ്. ഈ ഒരു നെക്സ്റ്റ് പ്രൊഡക്റ്റിൻ്റെ
നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയൂല. പക്ഷെ ഇവിടെ ഈ ഒരു ഓക്കെ ആയിട്ടാണ് ഉള്ളത്. പക്ഷെ ഇവിടെ എന്താണ് കണ്ട ഇങ്ങനെ ഒരു ഹോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാക്കേജിങ്ങിൻ്റെ എന്താണ് ഡെലിവറി പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പുറത്തൊന്ന് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ. ഇത് എന്ന് പറയുന്നത് അണ്ടർ ഐ ക്രീമാണ് വിത്ത് ഗുഡ്നെസ് ഓഫ് ക്യൂക്കംബറും വിറ്റാമിൻ ഇയും അടങ്ങിയിട്ടുള്ളതാണ്. എൻ്റെ ഫേസിൽ എനിക്ക് എന്താണ് എൻ്റെ ജെനറ്റിക്സ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി ഡാർക്ക് കളറിലുള്ള ഡാർക്ക് സർക്കിൾസ് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ആ ഒരു ഡാർക്ക് സർക്കിൾസ് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ അതുകൂടാതെ നമ്മളിങ്ങനെ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ക്യാമറയിൽ കാണുന്നുണ്ട് കണ്ട. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു 7 days നാച്ചുറൽ ആയിട്ടുള്ള 7 days ചലഞ്ച് പോലെ എന്താണ് ഐ ക്രീമാണ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നറിഷിങ് ആയിട്ടുള്ളതാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിന് എത്ര രൂപ ആയത് 200 സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് 599 ഉണ്ട്. വല്ലാഹി ഞാൻ 599 ഈ കുഞ്ഞു സാധനത്തിന് ഞാൻ കൊടുക്കില്ല കേട്ടോ. ഓക്കെ, എനിക്ക് നല്ല വില കുറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ സ്കിന്നിനൊന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കും. മൊത്തത്തിൽ മാറ്റില്ല, മെല്ലെ മെല്ലെ അതിൻ്റെ ഡാർക്ക്നെസ് ഇങ്ങനെ കുറച്ച് വരും. കാരണം ഇത് ജനറ്റിക് ആയിട്ടുള്ള ഡാർക്ക് സർക്കിൾ ആണല്ലോ ഇതിൻ്റെത്. അപ്പോൾ ഹൈഡ്രേറ്റ് ചെയ്യും. പിന്നെന്താണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും പിന്നെന്താണ് പാരബിൻ ഫ്രീ ആണ്. ഞാൻ കാണിച്ചുതരാം ഇതെങ്ങനെയാണ്. കണ്ടോ, കുറച്ച് വിയേർഡായിട്ട് ലുക്കിംഗ് സാധനമാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു റോളർ വരുന്നുണ്ട്. ഈ ഒരു റോളർ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ എന്താക്കണോ, പ്രസ് ചെയ്യണം. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ക്രീം വരും. ഓക്കെ, ഇങ്ങനെ ഒരു ക്രീം വരും. എന്നിട്ട് നമ്മൾ എന്താണ് നമ്മൾ രാത്രി സ്കിൻ കെയറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇൻക്ലൂഡ് ചെയ്യണം. എന്നിട്ട് ഇത് ഇടുമ്പോൾ ഇതെന്തായാലും ഡ്രൈ ആവേ. ഇത് എങ്ങനെ ഇടേണ്ടത് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോവുക ചെയ്യേണ്ടത്. ഞാൻ ഇതിൻ്റെ വീഡിയോ എന്തായാലും ഇടാം കേട്ടോ. അപ്പം ഈ സാധനം എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് നല്ലതാണെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും വീഡിയോ ഇടുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സംഭവമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വാങ്ങിക്കണം വിചാരിച്ച് വാങ്ങിച്ചത് കേട്ടാ. പിന്നെന്താ പറയുക, ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ ക്യാമറക്കൊക്കെ ഒരു തിളക്കം. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിപ്പോൾ ഫോൺ എടുത്ത് മാറ്റേണ്ടി വരും. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബഡ്ജറ്റിലാണ് കേട്ടോ സംഭവം. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ക്വാളിറ്റി വൈസായ പ്രൈസിനേക്കാളും പ്രൈസിന് ഉള്ള നല്ല ക്വാളിറ്റി ഉണ്ട്. പ്രൈസിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ലൈറ്റ്നിങ് ഉണ്ട് ഒക്കെ ഉണ്ടിട്ട് എൻ്റെ കണ്ണുകൾക്ക്. ഓക്കെ, ഞങ്ങൾക്ക് മനസ്സിലായിക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പാക്കേജിങ് എന്ന് വരുന്നത്. യെസ്, ഇതിൻ്റെ ലൈറ്റിൻ്റെ ഇതാണ് RGB LED സോഫ്റ്റ് ലൈറ്റ്. RGB ഉണ്ട്, പിന്നെന്താണ് സാധാരണ വൈറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഇതുണ്ട്. MG26 ആണ്. ആൻഡ് റിംഗ് ലൈറ്റ് ഇതിൻ്റെ എന്താണ് കുറച്ച് ഇങ്ങനെ ഇത് എന്തായാലും ഇത് കൊടുക്കാം. ഞാൻ എന്തായാലും ഇത് ടാഗ് ചെയ്യൂട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ഒരു യൂട്യൂബറാണ്, ന്യൂ ടു യൂട്യൂബിങ് ആണ്, കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് എടുക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് പ്രൈസ് ലോ ആയിട്ടും ബട്ട് എന്താണ് നല്ലൊരു വീഡിയോസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിയാൽ മതി. ഞാനിത് മുമ്പേ വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എൻ്റെ കയ്യിൽ 5 നയാ പൈസ ഇല്ലേനു. പക്ഷെ ഇപ്പം ഞാനിത് വാങ്ങിച്ചു. അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് എന്താണ് 1000 rupees മറ്റോ ആയിരുന്നു. പക്ഷെ അത് എന്താണ് ക്വാളിറ്റി ഉണ്ടായിട്ടില്ല. ഇത് 600 ആണ്, നല്ല അടിപൊളി ക്വാളിറ്റി. എൻ്റെ പറ്റി പറഞ്ഞു എന്താണ് ഉമ്മച്ചി വിചാരിച്ചു ഇത് 1000 ഫോൺ ഇങ്ങനെ വിൽക്കുക. അത് പ്ലാസ്റ്റിക് പോലെ, പച്ച പ്ലാസ്റ്റിക് പോലെ കട്ടില്ല. അതൊരു ക്വാളിറ്റി എടുത്ത് വെച്ചു ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച സാധനം എന്ന് പറയുന്നത്. ഒരു റിംഗ് ലൈറ്റ് ആണ്. കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്താണ് പൊന്നു പോലെ ഞാൻ ഇതിനെ കൊണ്ടടക്കും. ഇതെന്താണ് 10 ഇഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇതിൽ 10 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെന്താണ് ഇതിൻ്റെ അങ്ങനെ 10 ഇഞ്ച് ടോട്ടൽ ഇത് നീളത്തിലിരിക്കും. പിന്നെ ഇതിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് മോഡ് ഇതിങ്ങനെ പ്ലഗ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. മാറി ഓക്കെ, ഇതിങ്ങനെ ഒരു വൈറ്റ് വരുന്നുണ്ട്. അല്ല, ഈ ഒരു കളർ വരുന്നുണ്ട്. പിന്നെന്താ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വരുന്നുണ്ട്. ഇനി ഇതിൽ വേറെ RGB ആയിട്ട് വരുന്നത് ഇതാണ്. പിന്നെ ജസ്റ്റ് കളർ മാത്രമായിട്ട് വരുന്നുണ്ട്, മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെന്താണ് ഇതുപോലെ മൂവ്മെന്റ് ഉള്ളത് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ബക്കറ്റ് വെച്ച് നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നു ഗായ്സ്. കണ്ണാല ക്ലിയർ ഇല്ലേ? ചില്ലിന്റെ ഉള്ളിൽ മൂക്ക് ഇങ്ങനെ അമർന്ന പോലെ. ഇതാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ മൊത്തത്തിൽ അലങ്കോലായിട്ടാണുള്ളത്. കാരണം റിംഗ് ലൈറ്റിൻ്റെ ഇത് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് പാക്കേജ് ഞാനിപ്പോൾ ഇതാക്കിയില്ലേ. അപ്പോൾ ഇനിയും കുറച്ച് വരാനുണ്ട്. അതിൻ്റെ ഞാൻ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ കാണിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് എനിക്ക് ഈ ഒരു വാങ്ങിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒന്ന് എൻ്റെ റിംഗ് ലൈറ്റാണ്. പിന്നെ ഈ ഒരു ലിപ്പിൻ്റെ ടിൻറ്റ് അത് പിന്നെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അടിപൊളി സാധനമാണ് കേട്ടോ. കാരണം ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബഡ്ജറ്റിൽ തന്നെ ഈ ഒരു സാധനം ഒതുങ്ങിയിട്ടുമുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഓക്കെ, കുറച്ച് സാധനം മാറ്റി വെച്ചു കാരണം അത് ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഞാൻ അപ്പോൾ ഇതാണ് എൻ്റെ ഫ്ലിപ്കാർട്ട് ഹോൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് എൻക്വയറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇറ്റ് ബിലോ ഗായ്സ്. ഞാൻ എന്തായാലും കണ്ട ഇതിപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ ഇത് പോണില്ല കൈ വരെയാണ്. ഓക്കെ, കഷ്ടപ്പെട്ട് പോക്കി ഈ ഒരു സ്റ്റേ എനിക്ക് ഇഷ്ടമായിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രൊഡക്റ്റിനെ കുറിച്ച് എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ എന്താക്കും പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയവർക്ക് വാങ്ങിക്കാം. ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് നിങ്ങൾക്ക് അയച്ച് തരാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഇതന്നെ ഞാൻ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇനി ഒരുപാട് വരും. അപ്പോൾ എന്താണ് ആ വീഡിയോക്കൊക്കെ നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് ആ മറ്റേ ബെൽ ബട്ടൺ ഉണ്ടല്ലോ, ബെൽ ബട്ടൺ അത് അടിച്ചു വെക്കുക. മറ്റേ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ വെക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് സോ സീ യു ഓൾ. ഇത് ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും. സീ യു ഓൾ സൈനിങ് ഓഫ്. ഓക്കെ, ഒന്നും കൂടെ സീ യു ഓൾ, ബൈ ബൈ. ഓക്കെ, അപ്പോൾ തെറ്റ ഗായ്സ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നാളത്തെ വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ അതായിരിക്കും. ബൈ ബൈ.